പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ലതിക. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ സമൂഹത്തിൽ കേൾക്കാറുള്ള ഒരു വാചകമാണ് പെണ്ണ് പെണ്ണിൻ്റെ ശത്രുവാണെന്നുള്ളത്. അതുപോലെ വേറൊന്നാണ് നാല് തല ചേരും പക്ഷേ നാല് മൂല ചേരത്തില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയിലേക്ക് കുറേ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിലെനിക്ക് മനസ്സിലായ ചില നിഗമനങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട് സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ എതിരാളിയായിട്ട് നിൽക്കുന്നത്, സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അവർ ഈ സമൂഹത്തിൽ നിലവിലുള്ള ഒരു മൂല്യവ്യവസ്ഥയുടെ പിൻപറ്റുന്നത് കൊണ്ടാണ്. ആ മൂല്യവ്യവസ്ഥ പുരുഷന് വേണ്ടിയിട്ടുള്ള പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള മൂല്യവ്യവസ്ഥയാണ്. അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, ഇപ്പോൾ സാധാരണ കുടുംബങ്ങളിലാണ് പെണ്ണിൻ്റെ ശത്രുക്കളായിട്ട് വരുന്ന കൂടുതൽ സാഹചര്യങ്ങളും ഉണ്ടാകുന്നത്. ഈ കുടുംബങ്ങളിൽ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിലാണ് താനും, അല്ലാതെ സ്വന്തം അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ വളരെ അപൂർവം വരാറുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും വരുന്നത് അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിലാണ്. അവിടെ വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു അധികാര ബന്ധത്തിൻ്റെ വിഷയം വരുന്നുണ്ട്, വൈകാരികതയുടെ വിഷയം വരുന്നുണ്ട്. അതുപോലെ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ച മനുഷ്യർ തമ്മിലുള്ള ഒരു ജീനിൻ്റെ വ്യത്യാസത്തിൽ വരുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കാരണമാണ് ഇവർ നമ്മളിൽ പൊരുത്തക്കേടുകളുണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് അത് കേട്ടിട്ട് പെണ്ണിൻ്റെ ശത്രുവാണെന്ന് നമ്മൾ വിലയിരുത്തുന്നത് ഒട്ടുമേ ശരിയല്ല. നമ്മൾ ലോക സാഹിത്യത്തിൽ എവിടെ നോക്കിയാലും ഒരു സ്ത്രീയെ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു സ്ത്രീ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ത്രീയെ അറിഞ്ഞ് സഹായിക്കാറുള്ളതും പ്രതിഫലേച്ഛ കൂടാതെ അറിഞ്ഞ് സഹായിക്കാറുള്ളതും മറ്റൊരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് ജന്തുക്കളുടെ ഇടയിലും അങ്ങനെ തന്നെയാണ്. അതേതിൻ്റെ ലിംഗവിഭാഗത്തിലുള്ളതിനോട് അതേതിനൊരു പ്രത്യേക, അതുകൊണ്ടാണല്ലോ നമ്മുടെ സമൂഹം പുരുഷാധിപത്യപരമായി പോകാൻ തന്നെ കാരണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ വെളിവാക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങോട്ടും പോകാൻ വഴിയില്ല, പെരുവഴി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞാനും എൻ്റെ മക്കളും. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ആരും ഞങ്ങളെ സഹായിക്കാനില്ല. എനിക്ക് ചെന്നവനാണെങ്കിൽ എനിക്ക് ബന്ധുക്കാരും ഇല്ല. അതുകൊണ്ട് മക്കൾ പലയിടത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം മക്കൾ വേറൊരു വീട്ടിൽ നിൽക്കുന്നു, ഞാൻ വേറൊരു വീട്ടിൽ നിൽക്കുന്നു. കുഞ്ഞിനെ കൊണ്ട് എനിക്കിപ്പോൾ എങ്ങോട്ടും ചെന്ന് കയറാക്കത്തില്ല. 3 മക്കളുണ്ടത്, പെൺകുട്ടി. അതിൽ കളഞ്ഞിട്ട് പോയി, മറ്റൊരു വിവാഹം കഴിച്ച്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിനകത്താണ് പൊടിക്കുഞ്ഞുണ്ടായി ഈ കുഞ്ഞിന് ജന്മം ചെയ്തത്. അതും എല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അയാൾ നമ്മളെ അംഗീകരിച്ച് നമ്മളെ അനാശങ്ങളും എല്ലാം പറിച്ചും കാര്യങ്ങളും ഒക്കെ നടക്കത്തില്ല. ഇല്ലിക്ക് കീപ്പോട്ട് തളന്നേ എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയാളെ വായിരിക്കുന്ന എന്നെ പറയുന്നൊന്നും പടച്ചവൻ പോലും ഓർക്കത്തില്ല. എൻ്റെ മക്കളെയും പറയും ചീത്ത. ഞാൻ ഇപ്പം അതിന് മുന്നേ ഞാൻ വീട്ടിൽ ജോലി ചെയ്തായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരനെ എടുത്തതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേര് 1 രൂപ ചോദിച്ചാൽ എനിക്ക് കടമായിട്ടാണ് തരുന്നത്, കടമായിട്ട് തിരിച്ച് കൊടുക്കണം. പിന്നെ പലരുടെയും കയ്യിൽ നിന്നാണ് ഞാൻ വായ്പ മേടിച്ച് എൻ്റെ മക്കളെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൊടുക്കാൻ വഴിയില്ല. ഞാൻ ആ രീതി ഞാൻ അവസ്ഥ അടക്കുക. എനിക്ക് മോക്ക് വാൽവിന് തകരാറുണ്ട്, പിന്നെ മോക്ക് കണ്ണിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അങ്ങനെ ചെക്കപ്പ് SIT കൊല്ലത്ത് നിന്ന് SIT വിട്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. 17-ാം തീയതി ആയിരുന്നു ഈ വാൽവിന് തകരാറുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ മോക്ക് വേറെ പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് മോള് വേറെ 3 പേര് വേറൊരു വീട്ടിൽ, ഞാനൊരു വേറെ വീട്ടിലാണ് കിടക്കുന്നത്. ഒരു നിവൃത്തിയില്ല. സ്കൂള് തുറക്കാൻ പോലും അല്ലെ സാമ്പത്തികമൊന്നുമില്ല മേടിക്കാൻ പോലും. ഞങ്ങളിപ്പോൾ അഞ്ഞയുടെ ആ ഒരു ഞങ്ങളെ കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്. പിന്നെ മറ്റേടത്ത് തന്നെ അവരുടെ ആ കരുണ കൊണ്ട് എൻ്റെ മക്കളെ അവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്. കാര്യം ചെന്നേവാൻ ഇടയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവർക്കില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കൊരു 20 രൂപ തന്നാൽ ഒരു വീട് എടുക്കാനെന്ന്, എന്നിട്ട് പോലും ആരും തരുന്നില്ല. പലിശയ്ക്ക് വരെ ചോദിച്ചു. കിടക്കാട ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ 17 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക ആണ്. എൻ്റെ ജീവിതവും ഇങ്ങനെ, എൻ്റെ മക്കളുടെ അവസ്ഥയും ഇങ്ങനെ. ഞങ്ങൾക്ക് ആശ്രയം ഇല്ലാതെ ഈ പനിയുടെ കാരണം കൊണ്ട് അവർ അന്നം കഴിക്കുന്നു. പിന്നെ ഇതിന് മുന്നേയൊക്കെ ഞാൻ വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ച്, പിന്നെ ഈ ഭിന്നശേഷി ആളിനെ എടുത്ത് ഈ കുഞ്ഞാവുന്നതിന് മുന്നേ അയാൾ നോക്കിയിട്ടില്ല, നോക്കി. ഇപ്പം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അയാൾ എൻ്റെ മക്കളോട് വേദനിപ്പ് കാണിക്കുന്നതും എന്നോടും വേദനിപ്പ് കാണിക്കുന്നത്. ഇപ്പം അയാൾക്ക് അയാളുടെ കുഞ്ഞ്, ഇപ്പം കുഞ്ഞെന്ന് ഞാൻ ജന്മം കൊടുത്തിട്ടല്ലേ കുഞ്ഞാവത്തോളൂ, അല്ലാതെ ആവത്തില്ലല്ലോ. കുഞ്ഞിനല്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം, എനിക്ക് തരേണ്ട കാര്യമില്ല. എനിക്ക് ചെന്ന് കയറുന്നിടം എല്ലാം പരാജയവും എല്ലാം.
അറിയത്തില്ല. ഏ? അറിയത്തില്ല. അച്ഛനൊക്കെ വിളിക്കാറുണ്ടോ മക്കളെ? ഏ? മോളെത്തല്ല പഠിക്കുന്ന +1 ആണോ? +2. +2-നാണല്ലേ? മോള് വെക്കേഷൻ ജോലിക്കൊക്കെ പോയാണോ പൈസ കണ്ടെത്തുന്നത്? കടയിലങ്ങോട്ട് നിൽക്കാൻ പോകുന്നുണ്ടല്ലേ? അങ്കിൾ ഇങ്ങോട്ട് പറയായിരുന്നോ? ഇങ്ങോട്ട് പറഞ്ഞാണോ അങ്ങനെ ജോലിയുടെ അല്ല, ഞാൻ ചെന്ന് ചോദിച്ചു കയറിയത്. ഞങ്ങളെ കഷ്ടപ്പെട്ട നോക്കുന്നത്, ഞങ്ങൾ 4 പേരെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും ചെന്ന് പൈസ വായ്പ വെച്ചിട്ട് ഞങ്ങളെ നോക്കാനായിട്ട് വലിയ പ്രയാസപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അടുത്തും വായ്പ ചോദിക്കുമ്പോഴെല്ലാവരും മോശമായ രീതിയിൽ അമ്മയോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അമ്മക്ക് അതിലോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വായ്പ മേടിച്ചു ഒക്കെ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വല്ലൊരു സഹായിക്കും ഇത് ബാഗിനും ബുക്കിനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തർ തരുന്ന ഉടുപ്പ് ആയാലും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. ഞാൻ ഒരു ഫാൻസി കട ജോലിക്ക് വന്നു. എത്ര ശമ്പളം കിട്ടും? 270 രൂപ ഒരു ദിവസം അല്ലേ? അതുകൊണ്ട് ഞങ്ങളതിലൊരു നിവർത്തിയില്ല. അമ്മ 2ാമത് വിവാഹം കഴിച്ചാണ് ഞങ്ങളെ ചീത്ത വിളിക്ക് ഇടിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളെ മോശമായിട്ട് രീതിയിൽ ഓരോ ആമ്പിള്ളേർ വെച്ച് ഞങ്ങളെ വെച്ച് കൂട്ടി വായിക്കും. അയാൾ ഞങ്ങളൊന്നും ശരിയായത്. അയാളെ കൊച്ചിൻ്റെ കാര്യം പോലും പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു രീതിക്ക് നിൽക്കത്തില്ല. ആ കൊച്ചിനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നതിന് പൈസ ഒരുപാട് വേണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാമൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ 3 പേരും? അവര് കുഴപ്പമൊന്നുമില്ലേ നമ്മൾ നിൽക്കുന്നുണ്ട്? ഇല്ല, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്നു. അവിടെ നിൽക്കാൻ പറ്റും? അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് കയറി കിടക്കാനായിട്ടുള്ള ഇടം വേണം. 2 മുറിയുള്ളൊരു വീട് മതിയില്ലേ? മുറിയും വേണ്ട, ഒരു ഹാളായാലും കുഴപ്പമില്ല. അവിടെ കിടന്നാൽ ഇത് മതി. ഞങ്ങളുടെ മക്കളും പേരുവഴിയാ. എനിക്ക് ഇവരെ കുറിച്ച് എന്താ പറയാൻ? ഇവർ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ കഷ്ടപ്പെടും. അങ്ങനെ വീടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞു 5 ദിവസം ഇവിടെ വന്നില്ലടേ എന്ന് ഫോൺ ചെയ്തത്. പിന്നെ അവരിവിടെ വന്നിപ്പോൾ വയറ്റിനും കൊടുക്കാം, അവർക്ക് ഇവിടെ കിടക്കാനുള്ളതും കൊടുക്കാം. അതേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. എൻ്റെ ഭർത്താവും കൂലി വേലക്കാരനാണ്. ഞാനൊരാരായാലും ഇവർക്ക് സഹായം കൊടുക്കുന്ന ഏറ്റവും നല്ല പടച്ചോനും ഒക്കെ തിന്നവർക്ക് സഹായം കിട്ടും. ഞങ്ങൾക്കൊരു കിടക്കാടം മതി. ഞങ്ങൾക്ക് പെരുവഴി നിൽക്കാൻ വയ്യ. മക്കളെയും കൊണ്ട് പല വീടുകളിൽ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കും എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് എൻ്റെ മക്കൾ എന്നോടൊപ്പം വേണം. എൻ്റെ മക്കളെ എങ്ങും ആക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ച് ഞങ്ങൾക്കൊരു കിടക്കാടം. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് മനസ്വസ്ഥമായിട്ട് കിടക്കണം. പ്രിയപ്പെട്ട വീഡിയോ മുഴുവൻ കണ്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു സ്ത്രീ ശത്രുവല്ല. സ്ത്രീകളുടെ ദുഃഖത്തിൽ അത് മനസ്സലിവോടെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന സ്ത്രീകളാണ് ഏറെയും ഉള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐക്യദാർഢ്യം എന്നെ അറിയിക്കുക.